അപർണ രാധാമണിയെ ഭീഷണിപ്പെടുത്താണ്. ഇനി ഇങ്ങനത്തെ ഉടായി പോയിട്ട് ഇങ്ങോട്ട് വന്നേക്കരുത്. എൻ്റെ അച്ഛൻ്റെ മുന്നിൽ അങ്ങനെ പെട്ടാ പിന്നെ ജീവൻ ബാക്കിയുണ്ടാവില്ല. രാധാമണി പറയും, ഞാൻ പോകുന്നില്ലെങ്കിലോ? ഇനിയുള്ള കാലം ഓർഫനേജിലല്ല, ഈ വീട്ടിലാണ് ഞാൻ ജീവിക്കാൻ പോകുന്നത്. അപർണ പറയും, ജാനകി എന്തേ തരുന്നുണ്ടെങ്കിൽ അത് വാങ്ങിച്ച് സ്ഥലമിടാൻ നോക്കുന്നു പറയും. രാധാമണി പറയും, എന്നോട് ജാനകി വാക്ക് തന്നിട്ടുണ്ട് ഇവിടെ താമസിച്ചോളാൻ. അത് കുട്ടിക്കറിയോ? അപർണ പറയും, നിങ്ങളെ ഇവിടുന്ന് ഇറക്കി വിടാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അതിന് ജാനകിയുടെ സമ്മതമൊന്നും എനിക്ക് വേണ്ട. അതും പറഞ്ഞു പോകുന്ന അപർണയെ തടഞ്ഞിട്ട് രാധാമണി പറയും, ഞാൻ ഒന്നും ഓർക്കുന്നില്ലെന്ന് ജഡ്ജിയോട് പറഞ്ഞു. എനിക്കൊക്കെ ഒന്നുകൂടി ഓർക്കാവുന്നതേ ഉള്ളൂ. കുട്ടി എൻ്റെ മുന്നിൽ വന്ന് അഹങ്കരിക്കുന്നതും കുട്ടിയുടെ അച്ഛൻ ജയിച്ചു നിൽക്കുന്നതും രാധാമണി വാരസ്യാരുടെ ഔദാര്യം കൊണ്ടാണെന്ന് മറന്നു കളയരുത്. ഉണ്ണിത്താൻ സക്കീർ ഹുസൈനോട് പറയാം, താനും വിഡ്ഢിയായല്ലോ. താൻ രാധാമണിയെ കണ്ടെത്താൻ പരിശ്രമിച്ചതല്ലേ? രാധാമണി വാരസ്യാനും തമ്പിയും തമ്മിലുള്ള ആ പഴയ ബന്ധം മനസ്സിലാക്കാൻ തനിക്ക് കഴിഞ്ഞില്ല. അവർ തമ്മിൽ പണ്ടേ ബന്ധമുണ്ടായിരുന്നു എന്നൊക്കെ ഉണ്ണിത്താൻ പറയുമ്പോൾ സക്കീർ ഹുസൈൻ പറയും, അതൊന്നും ഒരിക്കലും സത്യമല്ല. അവർ പറഞ്ഞതൊക്കെയാണ് സത്യം എന്ന് പറയും. ഉണ്ണിത്താൻ ചോദിക്കും, പിന്നെ എന്തിനാ സ്ത്രീ ഇങ്ങനെ ഒരു പണി കാണിച്ചത്? സക്കീർ ഹുസൈൻ പറയും, പേടിച്ചിട്ടാ സാറേ. ജാനകിയെയും അബിയെയും തമ്പി കൊന്നുകളയെന്നുള്ള പേടി അവർക്കുണ്ട്. തമ്പി ആ സമയത്ത് അങ്ങോട്ട് വന്നിട്ട് ഉണ്ണിത്താൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ പരിഹസിക്കുകയാണ്. ഇത് കേട്ടിട്ട് ഉണ്ണിത്താൻ എണീറ്റ് ചൂടാവാണ്. ഉണ്ണിത്താൻ പറയും, ഇതൊരു വിജയമായിട്ടൊന്നും കരുതണ്ട താൻ. ഇത് രാധാമണി വരച്ചേർ തനിക്ക് തന്നൊരു താക്കീതാ. ഇനിയെങ്കിലും അടങ്ങി ഒതുങ്ങി ജീവിച്ചോന്ന് പറയും. തമ്പി പറയും, ഞാൻ ജയിച്ചതേ എൻ്റെ ധൈര്യം കൊണ്ടും കൈക്കരുത്ത് കൊണ്ടാ. തമ്പി തന്നെ അടിച്ചടിക്ക് ഒരു തിരിച്ചടി ഇല്ലേന്ന് ചോദിക്കും. കിർബായി ചോദിക്കും, എന്തിനാ തിരിച്ചടി? ഇരുട്ടടി പോരേന്ന് ചോദിക്കും. അതിന് മറുപടി ഒന്നും പറയാൻ നിൽക്കാതെ തമ്പി തിരിച്ചു പോവാണ്. ജാനകി അബിയോട് പഴയ ഓരോ കാര്യങ്ങൾ പറയാം. ഓർഫനേജിൽ കഴിഞ്ഞ കാലവും അമ്മയെ കാണാൻ ആഗ്രഹിച്ച കാലത്തിനെയൊക്കെ പറ്റി. അബിയേട്ടൻ അമ്മ ജീവിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അമ്മയെ തിരഞ്ഞ് കണ്ടെത്തി. പക്ഷേ ഇപ്പോഴും ഞാൻ തോറ്റു നിൽക്കുക. എൻ്റെ അമ്മയാണെന്ന് എനിക്ക് ആരോടും പറയാൻ പറ്റില്ലല്ലോ. എന്നെ പരിഹസിച്ചതിൻ്റെ മുന്നിൽ ഞാനിപ്പോഴും അനാഥയാണ്. അബി വന്നിട്ട് ജാനകിയെ സമാധാനിപ്പിക്കുകയാണ്. നീ എന്തിനാ സങ്കടപ്പെടുന്നത്? നീ അത്രത്തോളം ആഗ്രഹിച്ചുകൊണ്ടല്ലേ നിൻ്റെ അമ്മയെ നിനക്ക് തിരിച്ചു കിട്ടിയത്. അതൊരു മഹാഭാഗ്യമായിട്ടല്ലേ നീ കരുതേണ്ടത്. നിന്നെ പരിഹസിക്കുന്നത് അപർണയും തമ്പിയും അല്ലേ. അപർണ കഥ അറിയാതെ ആട്ടം കാണാണെന്ന് നമുക്കറിയാലോ എന്ന് പറയും. ജാനകി പറയും, അതുകൊണ്ട് മാത്രം അവസാനിച്ചോ? കള്ളക്കേസുമായിട്ട് വന്ന രാധാമണി വരച്ചർ അതുമാത്രമാണ് എൻ്റെ അമ്മ. അബി പറയും, രാധാമണി വരച്ചേർ നിൻ്റെ അമ്മയാണെന്ന് പറയാൻ നിന്നാരും വിലക്കിയിട്ടില്ലല്ലോ. നിനക്കത് എപ്പോൾ വേണമെങ്കിലും പറയാമെന്ന് പറയും. ജാനകി പറയും, എന്തിനമ്മ അങ്ങനെ പറഞ്ഞു? അമ്മയെ ഭീഷണിപ്പെടുത്താൻ തമ്പിയുടെ വന്നിട്ടില്ല. ഞാൻ എന്നും അനാഥയായിട്ട് കഴിയുന്നത് കാണാൻ അമ്മ ആഗ്രഹിക്കുന്നുണ്ടാവും. അബി പറയും, അമ്മ നിൻ്റെ നല്ലതിനല്ലാതെ ഒന്നും ചെയ്യില്ല. അവർക്ക് ഈ കേസിന് പോകാനൊന്നും താല്പര്യമില്ല. ഇനിയുള്ള കാലം സമാധാനമായിട്ട് ജീവിക്കാൻ അവർ ആഗ്രഹിക്കുന്നത്. നമുക്കിത് ഇവിടെ അവസാനിപ്പിക്കാം ജാനകി. ജാനകി എപ്പോഴും പറയും, ഞാൻ തോറ്റുപോയി. എൻ്റെ അമ്മ എന്നെ തോൽപ്പിച്ചു അബിയേട്ടാ. അജയ് അപർണയോട് പറയും, കേസ് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ അണിറോസ് അറിഞ്ഞു. അവൾ കാശ് ചോദിക്കുന്നുണ്ടെന്ന് പറയും. അവൾ അന്ന് ആവശ്യപ്പെട്ട ഡിമാൻഡ്, ഒന്നെങ്കിൽ അജയ് അവളുടെ കൂടെ പോകണം, അല്ലെങ്കിൽ ആവശ്യപ്പെട്ട തുക അവൾക്ക് കൊടുക്കണം. 25 കോടിയൊക്കെ പെട്ടെന്ന് നടക്കുന്ന കാര്യമാണോ? അജയ് വിചാരിച്ചാൽ ആ തുക കണ്ടെത്താനും കഴിയില്ല. അതിലുപരി വലിയൊരു യാഥാർത്ഥ്യമുണ്ട്. നിരഞ്ജന ഇനി അജയുടെ കൂടെ ജീവിക്കാൻ തയ്യാറാവില്ല. അജയ് പറയും, നിരഞ്ജനയായിട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞ് പരിഹരിക്കാൻ കഴിയുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. പറഞ്ഞ വയ്ക്കും, അപ്പോൾ നിരഞ്ജന കൈവിട്ടു പോകുന്നത് അജയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അജയ് പറയും, അതെ, ഹണിയെ എനിക്ക് ഒഴിവാക്കിയേ പറ്റൂ. അപർണ ഇങ്ങനെ മനസ്സ് പറയും, ഇതേ ഒരു അവസ്ഥ തന്നെ നീ എനിക്ക് തന്നത്. പഴയ കാര്യങ്ങൾ അപർണ ഇങ്ങനെ ഓർക്കും. കല്യാണത്തിൻ്റെ അന്ന് കൂട്ടുകാരി വന്ന് പറയാണ്, അജയ് വേറൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ പോവാണെന്ന്. അജയ് അപർണയോട് പറയും, കേസ് ജയിച്ചാൽ അപർണ എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞിരുന്നു. അപർണ പറയും, അത് ഞാൻ ഒരിക്കലും നിഷേധിക്കില്ല. പക്ഷെ ഞാൻ അജയ്ക്ക് തന്ന വാക്കെന്താ? അജയ് കേസ് വാദിച്ച് ജയിച്ചാൽ പണം തരാമെന്നല്ലേ. ഈ കേസ് ജയിക്കാൻ വേണ്ടി അജയ് എന്താ ചെയ്തത്? അജയ്ക്ക് ഒന്നും പറയാനുണ്ടാവില്ല. അപർണ പറയും, പ്രതിഭാഗം വക്കീലെന്ന നിലയ്ക്ക് അജയ് ഒന്നും ചെയ്തിട്ടില്ല. നിരഞ്ജന ചെയ്തതിൻ്റെ 100-1 ആത്മാർത്ഥമായിട്ട് അജയ് ചെയ്തിട്ടുണ്ടോ? അവരുടെ സാക്ഷികളെ സ്വാധീനിക്കാനോ കണ്ടെത്താനോ അജയ് ശ്രമിച്ചില്ല. പകരം ഞങ്ങളെ മാനസികമായിട്ട് തകർക്കാനാണ് അജയ് ശ്രമിച്ചത്. വൈകിയാണ് ഞാൻ ആ സത്യം അറിഞ്ഞത്. നിരഞ്ജനയ്ക്ക് വേണ്ടി തോറ്റു കൊടുക്കാനാണ് അജയ് ഇതൊക്കെ ചെയ്യുന്നതെന്ന്. ഇപ്പം നിരഞ്ജനയെ വിട്ടുകളയാൻ പറ്റില്ലെന്ന് അജയ് പറഞ്ഞതോടെ ആ സത്യം ബോധ്യമായി. അജയ് പറയും, ഒരിക്കലും അങ്ങനെയൊന്നുമല്ല. അപർണ വെറുതെ തെറ്റിദ്ധാരണ വെച്ച് സംസാരിക്കരുത്. അജയുടെ കഴിവുകൊണ്ടാണോ കേസ് ജയിച്ചത്? അജയ് പറ. ഒന്നാം സാക്ഷിയായ നടരാജൻ കസ്തൂരിയുടെ അച്ഛനായതുകൊണ്ടാണ് ഞങ്ങൾ കേസിൽ രക്ഷപ്പെട്ടത്. പിന്നെ രവീന്ദ്രനാഥ് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചത് എൻ്റെ അച്ഛൻ്റെ ഭാഗ്യം. രാധാമണി വരസ്യാരെ കോടതിയിൽ വന്ന് മൊഴി മാറ്റി പറഞ്ഞു. ഇതിലൊന്നും അജയുടെ പങ്കില്ലല്ലോ. വരസ്യാർ ഈ വീട്ടിലുണ്ടായിട്ട് പോലും അവരൊന്ന് കാണാൻ അജയ് മനസ്സ് വെച്ചോ? പകരം അമലിനെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചോർത്തി കൊടുക്കുകയാണ് അജയ് ചെയ്തതെന്ന് പറയും. അജയ് പറയും, പണം തരാൻ പറ്റില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി. വെറുതെ എൻ്റെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യരുത്. ആ സമയത്ത് കൈയടിച്ച് അങ്ങോട്ട് വരികയാണ് അമൽ.